സുഹൃത്തുക്കളെ, 2026 നടക്കാൻ പോകുന്ന ഏതാനും മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വരികയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും ഉള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് കടക്കുന്നത്. അവിവേകമാണ് എന്നെനിക്കറിയാം ഇത്രയും നേരത്തെ അങ്ങനെ ഒരു മാസങ്ങൾക്ക് മുമ്പേ അങ്ങനത്തെ കാര്യത്തിലേക്ക് പോകുന്നതിൽ. കാരണം സെമി ഫൈനൽ എന്ന രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതേയുള്ളൂ. ആ സമയത്ത് തന്നെ UDF വന്നാൽ ആ മിനിസ്ട്രിയുടെ ഘടന എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കുന്നതിനകത്ത് ഒരു അശാസ്ത്രീയതയുണ്ട്, അതിനകത്ത് ഒരു എടുത്തിയാട്ടമുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. എന്നാൽ തന്നെയും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും തലമുതിർന്ന നേതാവായ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ അടുത്ത് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള മുതിർന്ന നേതാവ് AK ആന്റണി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വിവിധ മേഖലകളിൽ ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പല അപരാധികളുമായി നേതാക്കന്മാർ ചെല്ലുന്നു എന്നതിൽ നിന്നൊക്കെ കൂട്ടി വായിക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിന് ഗ്രീൻ ചാനലാണ്, നേരെ ഹോട്ട് ലൈനാണ്. അദ്ദേഹത്തിന് ഏതു സമയത്തും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ആശയവിനിമയം നടത്താനുള്ള അവസരവുമുണ്ട്. പ്രിയങ്ക ഗാന്ധിയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരവോട് കൂടിയിട്ട് ബഹുമാനിക്കുന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരിൽ അവരേറ്റവും ആദരവോട് കൂടിയിട്ട് നോക്കിക്കാണുന്ന ആളുകളുടെ ഒരാളാണ്. 2014 ഒരു തുടർഭരണം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, UPAക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിയിരുന്നെങ്കിൽ പ്രണബ് കുമാർ മുഖർജിക്ക് പകരം AK ആന്റണിയെ പ്രധാനമന്ത്രിയാക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമല്ല, പിന്നീട് പ്രസിഡന്റിനെ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അതും തീർച്ചയായിട്ടും AK ആന്റണി തന്നെ ആകുമായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായിരുന്നാലും BM സുധീരൻ എന്ന് പറയുന്ന AK ആന്റണിയുടെ എക്കാലത്തെയും ഏറ്റവും വിശ്വസ്തനായ, പ്രത്യേകിച്ച് രണ്ടുപേർക്ക് സമാനതകൾ ഒരുപാടുണ്ട്, ആദർശ രാഷ്ട്രീയത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ്. ആ രീതിയിലുള്ള ഒരു പ്രത്യേകത അവർക്കിടയിലുണ്ട്, അവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. നമുക്കറിയാം 91-ൽ UDF അധികാരത്തിൽ വന്നപ്പം ആദ്യം BM സുധീരനെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ 95-ൽ K കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിഷ്കാസിതനാവുകയും AK ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വരികയും ചെയ്തപ്പോൾ AK ആന്റണി അദ്ദേഹത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് BM സുധീരനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്, അതിൻ്റെ തീവ്രത എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. മാത്രമല്ല, BM സുധീരൻ വിട്ടുവീഴ്ചയില്ലാത്ത, ആദർശത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നേതാവാണ്. അധികാര സ്ഥാനങ്ങളുടെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ഒന്ന് പുറകെ പോകാതെ അത്തരം വ്യാമോഹങ്ങൾ സൂക്ഷിക്കാതെ ഇരിക്കുന്നവരിൽ ആദർശത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹവും ആന്റണിയും തമ്മിലുള്ള സാമ്യം ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ പാർലമെൻ്ററി വ്യാമോഹമില്ലായ്മയുടെ കാര്യത്തിൽ, അതിനോട് അധികാരത്തോട് ആർത്തിയില്ലാത്ത കാര്യത്തിൽ അദ്ദേഹത്തെ ഉപമിക്കാൻ പറ്റുന്നത് അന്തരിച്ചു പോയ കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയോട് മാത്രമാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തിയാൽ പിന്നെ വഴിമാറുന്ന പ്രശ്നമില്ല. അവർ സ്ഥാനത്ത് എത്തുന്നിടം വരെ അവർ പറയും യുവാക്കൾക്ക് വേണ്ടി മറ്റുള്ളവർ വഴിമാറണം എന്നൊക്കെ പറയും. പിന്നെ ഇവർക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ കുടിയിലിട്ട് കാര്യം നീട്ടിയിരുന്നാലും ഇവർ മാറിക്കൊടുക്കില്ല. 10 പ്രാവശ്യം മത്സരിച്ചാലും മാറിക്കൊടുക്കില്ല അവർ, അല്ലെങ്കിൽ പിന്നെ തോക്കണം. ഇതാണ് സ്ഥിതി. BM സുധീരനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട്, കാരണം നമുക്കറിയാം ഏറ്റവും ശ്രദ്ധേയരായിട്ട് 3 പേരാണ് നിൽക്കുന്നത്. ഒന്ന് AICCയിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മറ്റൊന്ന് നിരന്തരമായി പറവൂരിൽ നിന്ന് ആദ്യത്തെ തോൽവിക്ക് ശേഷം തുടർച്ചയായിട്ട് 5 തവണ വിജയിച്ച് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഏറ്റവും ശക്തിയുക്തമായി ചില നിലപാടുകൾ എടുക്കുന്ന VD സതീശൻ, അതോടൊപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ 10-29 വയസ്സിൽ കേരളത്തിൻ്റെ മന്ത്രിയായി വന്ന, പിന്നെ ഒരു കാലത്ത് മുരളിയേക്കാൾ കൂടുതൽ ഒരു പുത്രസ്നേഹം നൽകി പിന്നെ തൻ്റെ മാനസപുത്രൻ എന്ന രീതിയിൽ കൊണ്ടുവന്ന, കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്ന രമേശ് ചെന്നിത്തല. ഈ 3 പേരിൽ ഒരാളാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അവർക്കിടയിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും അതിൽ തന്നെ ഏറ്റവും ഇവിടെയുള്ള ആളുകൾ ആരാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ്ഡാണ്. നമ്മൾ ആരും അതിന് 3 സംസ്ഥാനം ഉണ്ടെങ്കിൽ 3 പേരെ മുഖ്യമന്ത്രിമാരാക്കാം. പക്ഷേ അത്തരം ഒരു അധികാര തർക്കത്തിൻ്റെ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാനും പ്രതിച്ഛായയുള്ള ഒരാളെ മുമ്പിൽ നിർത്താനും ഉള്ള ഒരു നീക്കം AK ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. AK ആന്റണി മുന്നോട്ട് വെച്ചിട്ടുള്ള പേര് BM സുധീരൻ്റേതാണ്. BM സുധീരൻ്റെ പേര് മുന്നോട്ട് വെക്കുമ്പോൾ BM സുധീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റു 3 പേർക്കും ഒന്നും പറയാനില്ല. ഹൈക്കമാൻഡ് BM സുധീരനെ നിർദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല, ആർക്കും ഒരു അഭിപ്രായം പറയാനുണ്ടാവില്ല. BM സുധീരൻ അഴിമതിക്കാരനാണെന്നോ, BM സുധീരൻ അഹങ്കാരിയാണെന്നോ, BM സുധീരൻ പിന്നെ രാഷ്ട്രീയത്തിൽ വേറെ വ്യതിയാനങ്ങളോ വേറെ പാർലമെൻ്ററി വ്യാമോഹമോ അധികാര വ്യാമോഹമോ ഒക്കെ വെച്ച് പുലർത്തുന്ന ആളാണെന്നോ, BM സുധീരൻ അധികാരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണെന്നുള്ള ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല.
1948 അദ്ദേഹം ജനിച്ചത്. കേവലം 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം 1971 കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി. 23-ാമത്തെ വയസ്സിൽ 71 തൊട്ട് 73 വരെ അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി. പിന്നെ 27-ാമത്തെ വയസ്സിൽ അദ്ദേഹം 1975 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി. നിങ്ങൾ ആലോചിക്കേണ്ടത് 35-ാമത്തെ വയസ്സിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നത്. ഏറെക്കുറെ സമാനമായ ഒരു പ്രായത്തിലാണ് പിന്നെ എനിക്ക് തോന്നുന്നു അതിലും കഴിഞ്ഞിട്ട് 37-ാമത്തെ വയസ്സിലാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നോക്കുമ്പം 37 വയസ്സിൽ ഷാഫി ആവുന്നു, 35 വയസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിലാവുന്നു. പക്ഷേ ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും ചെയ്തു, 36 വയസ്സിൽ അവസാനിക്കുകയും ചെയ്തു. അത് കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാണ്. അങ്ങനെയുള്ള കാലത്താണ് 27-ാമത്തെ വയസ്സിൽ 1975 പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് VM സുധീരൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1977 അദ്ദേഹം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് MP ആയി. 29-ാമത്തെ വയസ്സിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 77 അദ്ദേഹം ലോക്സഭയിലേക്ക് പോകുന്നു. എന്നാൽ 80 അദ്ദേഹം പിന്നെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. മണലൂരിൽ നിന്നാണ്, തൃശ്ശൂർ ജില്ലയിലെ മണലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം തുടർച്ചയായിട്ട് 4 തവണയാണ് മത്സരിച്ച് വിജയിച്ചത്. 80 ജയിക്കുന്നു, 82 ജയിക്കുന്നു, 87 ജയിക്കുന്നു, 91 ജയിക്കുന്നു. 82 മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമാകുന്നില്ല. കാരണം അതിന് മുമ്പ് ലോക്സഭാ മെമ്പറൊക്കെ ആയിരുന്ന ആളാണ്. സെക്കൻഡ് ടൈമിൽ MLA ആവുകയാണ്. എന്നിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കിയിട്ടില്ല കരുണാകരൻ മന്ത്രിസഭയിൽ. 87 പിന്നെ നായനാർ മന്ത്രിസഭ വരുന്നു. 91 അദ്ദേഹം UDF മന്ത്രിസഭ വന്നപ്പോഴും കരുണാകരൻ മന്ത്രിയാക്കിയില്ല. അന്ന് ഉമ്മൻചാണ്ടിയെയും അതേപോലെ KP വിശ്വനാഥനെയുമാണ് A ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് പരിഗണിച്ചത്. എന്നാൽ കരുണാകരൻ മാറി ആന്റണി വന്നപ്പോൾ 95 തൊട്ട് 96 വരെ ഒരു വർഷം അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയായി. എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം കുറച്ചു കാലം സ്പീക്കറായിട്ടുണ്ട്. അദ്ദേഹം സ്പീക്കറായിരുന്നത് 85 തൊട്ട് 87 വരെയുള്ള കാലഘട്ടത്തിലാണ്. കേരളം കണ്ട ഏറ്റവും നിഷ്പക്ഷനായ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് VM സുധീരനാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും നിഷ്പക്ഷനായ സ്പീക്കറായിരുന്നു സോമനാഥ് ചാറ്റർജി 1ാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ. CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവും ഒക്കെ ആയിട്ട് ബംഗാളിൽ നിന്ന് ദീർഘകാലം പിന്നെ പാർലമെൻറ്റ് അംഗമായിരുന്നു സോമനാഥ് ചാറ്റർജി. പിന്നീട് UPA സർക്കാരിനുള്ള പിന്തുണ ലെഫ്റ്റ് പാർട്ടി CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പിൻവലിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു ഭരണഘടനാ പദവിക്ക് തുല്യമായിട്ടുള്ള കാര്യമാണ്. ഒരു മന്ത്രി രാജിവെക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിലുള്ള ലോക്സഭാ സ്പീക്കർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്പീക്കറാണ്. അത്ര കണ്ട് പാർലമെൻ്ററി അനുഭവമുള്ള പിന്നെ വിവിധ വകുപ്പുകളെക്കുറിച്ച് നല്ല ധാരണയുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പിന്നെ ലോക്സഭാ സ്പീക്കറായിരുന്നു സോമനാഥ് ചാറ്റർജി. അതുപോലെ തന്നെ ഏറ്റവും നിഷ്പക്ഷനായ, കേരളം കണ്ട ഏറ്റവും നിഷ്പക്ഷനായ, സ്വന്തം പാർട്ടി ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും അതിൽ പോലും രൂക്ഷമായി പ്രതികരിക്കുന്ന, എതിർ പാർട്ടിക്കാരാണ് എന്ന് കരുതി അവരുടെ അവസരങ്ങളിൽ അനാവശ്യമായി നിഷേധിക്കാത്ത, നിയമസഭാ സ്പീക്കർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാതിരുന്ന ഏക സ്പീക്കറാണ് VM സുധീരൻ 85 തൊട്ട് 87 വരെ. പിന്നീട് അദ്ദേഹം 96, അതേപോലെ തന്നെ അദ്ദേഹം 96-ലും 98-ലും 99-ലും അദ്ദേഹം 3 തവണ, 96-ലെന്ന് പറഞ്ഞാൽ 96-ൽ അന്ന് 2 വർഷമാണ് സമയം കിട്ടിയത്. നമുക്കറിയാലോ, IK ഗുജറാളും ദേവഗൗഡ വന്ന് പിന്നെ IK ഗുജറാൾ വരുന്നു. അതേപോലെ പിന്നീട് പിന്നെ മന്ത്രിസഭ വീഴുന്നു. ആ സമയത്ത് വീണ്ടും ഇലക്ഷൻ 98-ൽ നടക്കുന്നു. അന്ന് അടൽ ബിഹാരി വാജ്പേയി വരുന്ന പിന്നെ കുറഞ്ഞ കാലത്തേക്ക്, അത് കഴിഞ്ഞിട്ട് വീണ്ടും 99-ൽ വരുന്നു. അങ്ങനെ 93 തവണ, 96, 98, 99, 3 തവണ അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ലോക്സഭയിലേക്ക്, അതായത് 77-ൽ മത്സരിച്ച അദ്ദേഹം പിന്നീട് 19 വർഷങ്ങൾക്ക് ശേഷം 96-ലാണ് പിന്നെ മത്സരിക്കുന്നത്. അങ്ങനെ 2004 വരെ അദ്ദേഹം ലോക്സഭാംഗമായിരുന്നു. പക്ഷേ 2004-ൽ അദ്ദേഹത്തിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇടതുമുന്നണി ഡോക്ടർ KS മനോജിനെ കൊണ്ടുവന്നു. KS മനോജിനെ കൊണ്ടുവരിക മാത്രമല്ല, VM സുധീരനെതിരെ VS സുധീരൻ എന്ന് പറയുന്ന ഒരു അപരനെ നിർത്തുകയും ചെയ്തു. ആ അപരൻ പിടിച്ച വോട്ടിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് KS മനോജ് VM സുധീരനെ പരാജയപ്പെടുത്തി ലോക്സഭാംഗമാകുന്നത്. അങ്ങനെ എവിടെയോ കിടന്ന ഒരു ഡോക്ടർ KS മനോജിനെ കൊണ്ടുവന്നതിൻ്റെ ഫലം പിന്നീട് CPM അനുഭവിച്ചു. ആ KS മനോജ് പാർട്ടി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. 5 കൊല്ലം MP ആയി അതിൻ്റെ പെൻഷനൊക്കെ മേടിച്ച് സുഖമായിട്ട്
കഴിയുന്നുണ്ട്. ഡോക്ടറെ പണിയിൽ നിന്നുള്ള പൈസ വേറെയും കിട്ടുന്നുണ്ട്. പാർട്ടി മാറിപ്പോയി. കാരണം അത് എനിക്ക് തോന്നുന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. കാരണം ഒരു വി എസ് സുധീരൻ എന്ന അപരനെ നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ വി എം സുധീരനാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അന്ന് ആളുകൾ പേര് സുധീരൻ എന്ന് കണ്ടു, അവിടെ കുത്തി. അത് തന്നെ അങ്ങനെ പറ്റിപ്പോയ ഇപ്പോൾ ഈ അപരൻ വോട്ട് പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് വി എം സുധീരൻ പരാജയപ്പെടുന്നത്. കെ എസ് മനോജുവിനെ പാർട്ടിക്ക് വിട്ടുപോയി. അതിനുശേഷം പിന്നീട് അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് മൊത്തം അദ്ദേഹം നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമായി 9 തവണ മത്സരിച്ചു. അതിൽ 8 തവണയും വിജയിച്ചു. 9ാമത്തെ തവണ അദ്ദേഹം 2004 പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തോട് വിടവാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ 2004 അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുന്നു. ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണെങ്കിൽ ഇങ്ങനെയാണ്. അദ്ദേഹത്തോട് നിയമസഭയിൽ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തോട് ഈ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞ ഞാൻ മത്സരത്തിലില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തോട് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം പാർട്ടിയോട് പറയുന്നു ഞാനില്ല എന്ന് പറയുന്നു. അങ്ങനെ CPM പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മുടെ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആദർശ രാഷ്ട്രീയത്തിൻ്റെ വഴിയെ, അധികാര രാഷ്ട്രീയത്തിൻ്റെ വഴിയെ അല്ലാതെ സഞ്ചരിക്കുന്ന, ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന, ഒരു ഗാന്ധിയൻ ജീവിതശൈലി തുടരുന്ന അങ്ങനെയുള്ള ഒരാളാണ് ശ്രീ വി എം സുധീരൻ. അതിനുശേഷം പിന്നീട് വി എം സുധീരൻ 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിൽ 2014 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പം നമ്മുടെ പെരുന്നാപ്പോപ്പ് പറഞ്ഞു നായർക്ക് വേണം താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവഞ്ചൂർ നായരല്ലേ എന്ന് ചോദിച്ചു. കറുത്ത നായർ പറ്റില്ല, വെളുത്ത നായർ വേണം. അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം മേടിച്ചു കൊടുത്തു സുകുമാരൻ നായർ. രമേശ് ചെന്നിത്തലയാണെങ്കിൽ സുകുമാരൻ നായർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന രീതിയിലുള്ള നിലപാടില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു നട്ടലില്ലാത്തൊരു സാധനമായിരുന്നു രമേശ് ചെന്നിത്തല. ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുമ്പോൾ അന്ന് അദ്ദേഹം KPCC പ്രസിഡന്റാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുമ്പം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായി കേരളത്തിൽ നിന്ന് പല പേരുകളും 2 ഗ്രൂപ്പുകളും ഉയർത്തിവിട്ടെങ്കിലും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയാണ് ഇദ്ദേഹത്തെ, വി എം സുധീരനെ. അത് AK ആന്റണിയുടെ ഒരു ഇടപെടലും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. വി എം സുധീരനെ പല സംശുദ്ധമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള പ്രവർത്തന ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെ KPCC അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നു. 2014 തൊട്ട് 2017 വരെ അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നു. മാത്രമല്ല ബാർക്കോഴ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരുമായിട്ട് ഇടയുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇഷ്യൂ ബേസിലുള്ളതായിരുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയോട് ശത്രുതയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരിക്കലും അതൊന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളേ ആയിരുന്നില്ല. അത്തരം ശത്രുതാ മനോഭാവം വെച്ചിട്ട് ആരോടും പെരുമാറിയിട്ടില്ല. ആദർശത്തിന് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അത് എത്ര പ്രിയപ്പെട്ട സുഹൃത്താണെങ്കിലും നോ പറയേണ്ട അടുത്ത് നോ പറയുക എന്ന രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അങ്ങനെ അതിൻ്റെ പേരിൽ അദ്ദേഹവും ഇപ്പോൾ ഒക്കെ ആയിട്ട് കുറേ ക്ലാഷ് ഉണ്ടായിരുന്നു. മാത്രമല്ല 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞു ഈ ആരോപണ വിധേയരായ ആളുകളെ മാറ്റണം. ബെന്നി ബെഹനാനെ, തൃക്കാക്കര സിറ്റിംഗ് MLA ആയിരുന്ന 2011 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച ബെന്നി ബെഹനാനും, അതേപോലെ തന്നെ തൃപ്പൂണിത്തറ MLA ആയി ദീർഘകാലം തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരുന്ന TK രാമകൃഷ്ണനെ പോലും പരാജയപ്പെടുത്തി ആ മണ്ഡലം പിടിച്ചെടുത്ത് പിന്നെ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചുകൊണ്ടിരുന്ന K ബാബുവിനെയും മാറ്റണം എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹം പിടിക്കുകയും K ബാബുവിനെ ഇവരെല്ലാം കൂടി പ്രൊട്ടക്ട് ചെയ്ത് വീണ്ടും സീറ്റ് കൊടുത്തു. പക്ഷേ ബെന്നി ബെഹനാനെ ഇദ്ദേഹത്തിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ മാറ്റാൻ നിർബന്ധിതരാകുകയും ചെയ്തു. എന്നിട്ട് അവിടെ PT തോമസിനെ കൊണ്ടിരുന്നു. PT തോമസിനെ കൊണ്ടുവരണം എന്നുള്ളതും വി എം സുധീരൻ്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇടുക്കി ബിഷപ്പ് പറഞ്ഞ ഈ ഭൂമി കയ്യേറ്റക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചപ്പം അന്ന് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ PT തോമസിനോട് സീറ്റ് നിശ്ചയിച്ചതാണ്. PT തോമസിന് അത്രയും ജനകീയനായ, നിശ്ചയദാർഢ്യമുള്ള, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന, നട്ടലിലുള്ള ഇവന്മാരെ പോലെ ഈ ആരെങ്കിലും പറയണ കേട്ട ഏതെങ്കിലും ബിഷപ്പുമാരോ വെള്ളാപ്പള്ളിയോ ഏതെങ്കിലും മൊയ്ലിയന്മാരോ ഏതെങ്കിലും സുകുമാരൻ നായരോ കണ്ണുരുട്ടിയോ ഉടനെ പേടിച്ചു പോകുന്ന ആളായിരുന്നില്ല. നിലപാടുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു PT തോമസ്.
ആ പി ടി തോമസിന് 2009 അകാരണമായി സീറ്റ്, 2014 അനാവശ്യമായിട്ട് സീറ്റ് നിശ്ചയിച്ചു. പക്ഷെ 2 വർഷങ്ങൾക്കിപ്പുറം പി ടി തോമസിനെ നിർബന്ധപൂർവം VM സുധീരൻ പിടിവാശി എടുത്തിട്ടാണ് അന്ന് തൃക്കാക്കരയിൽ നിർത്തുന്നത്. ബെന്നി ബെഹനാന് സീറ്റ് നിശ്ചയിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പഴയ മുകുന്ദപുരം മണ്ഡലം, ഇപ്പോഴത്തെ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് പിന്നീട് അദ്ദേഹം 2019 ലോക്സഭയിലേക്ക് പോകുന്നത് വേറെ കാര്യം. പക്ഷേ 2016 അങ്ങനെ ചെയ്തു. കെ ബാബുവിനെ നിർത്തരുതെന്ന് അദ്ദേഹം പറഞ്ഞു, നിർത്തി. കെ ബാബു പരാജയപ്പെട്ടു എം സ്വരാജിനോട്. നിർത്തരുതെന്ന് പറഞ്ഞത് അപ്പോൾ VM സുധീരനായിരുന്നു ശരി എന്നുള്ളത് ബോധ്യപ്പെട്ടു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അതേപോലെ തന്നെ അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഉമ്മൻചാണ്ടിയോട്ട് വൈരാഗ്യ ബുദ്ധിയോ ബാക്കിയുള്ളതോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചാണ്ടി ഉമ്മൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനുമായിട്ടുള്ളൊരു അഭിമുഖത്തിൽ 2023 ഞാൻ അന്ന് ചെയ്യുന്ന ചാനലിൽ എല്ലാ ദിവസവും അപ്പയുടെ വിവരങ്ങൾ ഡെയിലി ബേസിൽ എന്ന രീതിയിൽ വിളിച്ചന്വേഷിച്ചിരുന്ന 2 പേരാണെന്നാണ് പറഞ്ഞിരുന്നത്. അതൊന്ന് AK ആന്റണിയും ഒന്ന് VM സുധീരനും. സുധീരൻ അങ്കിളും ആന്റണി അങ്കിളും എന്നാണ് പറഞ്ഞിരുന്നതെന്ന് എന്നോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിപ്പോഴും പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നതാണ് ആ ഇൻ്റർവ്യൂ. ഞാനന്ന് ചെയ്ത ചാനലിനകത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട്. സുധീരനും AK ആന്റണിയും എല്ലാ ദിവസവും ഉമ്മൻചാണ്ടിയുടെ വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കുമായിരുന്ന രീതി ഉണ്ടായിരുന്നു. വളരെ വൈകാരികമായൊരു ബന്ധം ഉണ്ടായിരുന്നു. ആശയപരമായിട്ട് അഭിപ്രായ വ്യത്യാസം സുധീരൻ ഇവരോടൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകുമ്പോഴും അതൊരിക്കലും പേഴ്സണലായിട്ട് എടുത്തിരുന്നില്ല. ഇപ്പം ആശയപരമായിട്ടൊരു വിമർശനം ഉന്നയിച്ചാൽ തന്നെ അത് വ്യക്തിപരമായി എടുക്കുന്ന വൃത്തികെട്ട ഈ രാഷ്ട്രീയക്കാരുടെ കാലത്തിൽ, ഈ പറമ്പിലിൻ്റെയും മാങ്ങാണ്ടിൻ്റെയൊക്കെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ആലോചിക്കണം. അങ്ങനെയുള്ള സമയത്താണ് ഇവരുടെയൊക്കെ മാതൃകാപരമായിട്ടുള്ള ബന്ധം കണക്കിലെടുക്കേണ്ടത്. പക്ഷേ ഇത്തവണ അദ്ദേഹം മണലൂരിലുള്ള പല പരിപാടികളിൽ, പ്രാദേശിക പരിപാടികളിൽ, സാമൂഹിക സംഘടനകളുടെ, ജീവകാരുണ്യ സംഘടനകളുടെ, സാംസ്കാരിക സംഘടനകളുടെ, ക്ലബ്ബുകളുടെ ഒക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. പാർട്ടിയുടെ ചില പ്രാദേശികമായിട്ടുള്ള യോഗങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AK ആന്റണിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഫോക്കസ് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്, അദ്ദേഹത്തെ മുമ്പിൽ ഒരു ഐക്കോണിക് ഫിഗറായിട്ട് നിർത്തുക എന്നുള്ള ധാരണയിലേക്ക് ഹൈക്കമാൻഡ് തന്നെ ഏറെക്കുറെ എത്തിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മാത്രമാണ് അതിലിപ്പോഴും പരിപൂർണമായി യേസുമുണാത്തത്. അത് ആന്റണി ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതിന് പച്ചക്കൊടി കാണിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഈ തമ്മിലടിച്ച് കിട്ടാനുള്ള ഭരണം, അഥവാ കിട്ടാൻ സാധ്യത ഉള്ളൊരു ഭരണം, ഈ മാങ്ങാണ്ടിയും കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണം പോയിട്ടൊരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. എല്ലാ MLA മാരാണ് ഇനിയും കുറയും. പ്രതിപക്ഷം ഇല്ലാത്ത കേരളം ഉണ്ടാവും അവസാനം. ആ സ്പേസിലേക്ക് BJP കയറി വരും. അതേസമയം മാങ്ങാണ്ടിയൊക്കെ മാറ്റി നിർത്തി പറമ്പലിനെയൊക്കെ മര്യാദയ്ക്ക് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഒരു നല്ല പോരാട്ടം നടത്താനും ഒരു പക്ഷേ അവർക്ക് ഭരണം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ സാധ്യത സുധീരന്റെ മുമ്പിൽ നിർത്തിയാൽ ഒന്നും കൂടി കൂടുതലാവുകയും തമ്മിലടിക്ക് അവസാനം കണ്ടെത്താൻ കഴിയുകയും ചെയ്യും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അതേപോലെ തന്നെ ഈ മണലൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മണലൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച് വിജയിക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ്. അവിടെ മത്സരിച്ച് വിജയിക്കുന്നത് സാക്ഷാൽ ജോസഫ് മുണ്ടശ്ശേരിയാണ്. EMSന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന, വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ് മത്സരിച്ച് വിജയിച്ച ആ മണ്ഡലത്തിൽ പിന്നീട് കോൺഗ്രസിൻ്റെ, അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കോൺഗ്രസിൻ്റെ പലരും മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് സുധീരൻ്റെ ഒരു തേരോട്ടം, ഞാൻ പറഞ്ഞില്ല പലവട്ടം സുധീരൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് മുരളി പെരുന്നെല്ലി മത്സരിച്ച് വിജയിച്ചു 2006. 2011 പക്ഷേ മുരളി പെരുന്നെല്ലിക്ക് സീറ്റ് കൊടുത്തില്ല. അതിന് പകരം ബേബി ജോണിന്, മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി മെമ്പറുമായിരുന്ന സഖാവ് ബേബി ജോണിനാണ് ഇടതുപക്ഷമാണ് സീറ്റ് കൊടുത്തത്. പക്ഷേ ബേബി ജോൺ പരാജയപ്പെട്ടു. അദ്ദേഹം ഒരു ജനകീയനല്ല, പക്ഷേ ഒരു ദാർശനികമായ ദൈക്ഷണിക രാഷ്ട്രീയം പറയാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു പാവസഖാവൊക്കെയാണ്, പക്ഷേ അദ്ദേഹം ഒരു ജനകീയനല്ല, അങ്ങനെ വോട്ട് സമാഹരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു. 2016 വീണ്ടും മുരളി പെരുന്നെല്ലിയെ കൊണ്ട് നിർത്തി, 2021 നിർത്തി. 2 തവണയും മുരളിയോടെ നിന്ന് ജയിച്ചു. പക്ഷേ 2 ടേം എന്ന കർശനമായ ഒരു നിബന്ധന വെച്ച സ്ഥിതിക്ക്, പ്രത്യേകിച്ച് മുരളി പെരുന്നെല്ലിയെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ 3 പ്രാവശ്യവും 15 വർഷം MLA ആവുന്നു മൊത്തം, ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിലും. ഇപ്പം തുടർച്ചയായിട്ട് 2 തവണയായ സ്ഥിതിക്ക് അടുത്ത തവണ മുരളി പെരുന്നെല്ലിക്കാവില്ല സീറ്റ്. ആ സീറ്റിൽ ആര് വരുമെന്നുള്ളത് നമുക്കറിയില്ല. UP ജോസഫ് വരുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ആരാണ് വരിക എന്നുള്ളത് അറിയില്ല. അതൊക്കെ നല്ല കാൻഡിഡേറ്റാണ്. പക്ഷേ മണലൂരുമായി VM സുധീരനുള്ള ബന്ധം, VM സുധീരൻ്റെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം, VM സുധീരൻ്റെ സത്യസന്ധമായ ഇടപെടലുകൾ, അഴിമതിയില്ലാത്ത കളങ്കരഹിതമായ പൊതുപ്രവർത്തനം, എപ്പോഴും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വം,
അദ്ദേഹത്തിൻ്റെ എന്നാൽ സൗമ്യനായ അദ്ദേഹം തന്നെ കർശനമായ നിലപാടുകൾ എടുക്കുന്നു, കർക്കശമായിട്ടുള്ള വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകൾ എടുക്കുന്നു. അതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പം BF സുധീരനെ അവിടെ മത്സരിപ്പിക്കുകയും അദ്ദേഹത്തിന് സുഖമായി വിജയിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചാൽ തന്നെയും 2029 ലോക്സഭയിലേക്ക് പോകാതെ KC വേണുഗോപാൽ ആലപ്പുഴ സീറ്റിൽ വേറെ ആരെങ്കിലും നിർത്തുകയും BF സുധീരൻ പിന്നെ മത്സരിക്കാനൊന്നും നിൽക്കില്ല. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം അപ്പോഴേക്ക് 81 വയസ്സാവും BM സുധീരന്. അങ്ങനെ വരുമ്പം ഇങ്ങനൊരു മന്ത്രിസഭ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആ സമയത്തെ വേണുഗോപാൽ വരുള്ളൂ, അതുവരെ ക്യാബിനറ്റിൽ ഉണ്ടാവില്ല, AICC ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരും. പക്ഷേ അങ്ങനെ സ്ഥാനത്യാഗം അദ്ദേഹം നടത്തി KC വരാനുള്ള സാധ്യത മുമ്പിൽ കാണുന്നുണ്ട്. അവസാനത്തെ 2 വർഷം KC പിന്നെ മുഖ്യമന്ത്രിയാവുക എന്നുള്ള രീതിയിലേക്ക്. ആദ്യത്തെ 3 വർഷം BM സുധീരൻ വരിക. BM സുധീരൻ പിന്നെ മണലിൽ നിന്ന് രാജിവെച്ച് ആ ബൈ ഇലക്ഷനിൽ KC വിജയിച്ച് വീണ്ടും മുഖ്യമന്ത്രി ആയിട്ട് KC വരിക. അപ്പോൾ അതൊരു VIP മണ്ഡലമായിട്ട് നിൽക്കും എന്നുള്ളത് കൊണ്ടും മുഖ്യമന്ത്രി ആയിട്ടുള്ള സത്യപ്രതിജ്ഞ ചെയ്ത ആൾ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടും വിജയിക്കൽ അസാധ്യമാവില്ല. പക്ഷെ ക്യാബിനറ്റിൻ്റെ ഘടന എങ്ങനെയായിരിക്കും? ആഭ്യന്തര വകുപ്പ് മന്ത്രി താക്കോൽ സ്ഥാനം എന്തായിരുന്നാലും നമ്മുടെ പെരുന്നാപ്പോപ്പിൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ കൊടുക്കും. കാരണം അദ്ദേഹത്തെ അതിനേക്കാൾ കുറഞ്ഞ ഒരു സീറ്റ് കൊണ്ടിടാൻ പറ്റില്ല. ഒരിക്കൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയതാണ്. മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യതയൊന്നും ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷേ എത്രത്തോളം ഏബിളാണെന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പം പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പാവും. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് VD സതീശൻ വരും. VD സതീശൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2011 മന്ത്രിസഭയിൽ വരേണ്ടതാണ്. 2011 UDF മന്ത്രിസഭ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ പങ്കുവഹിച്ച ഒരാൾ VD സതീശനാണ്. പ്രത്യേകിച്ചും ലോട്ടറി മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട ഈ അന്യ സംസ്ഥാന ലോട്ടറികൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് നിരന്തരമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ആ വിഷയം റൈസ് ചെയ്യുകയും അത് പിന്നെ വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്ത അങ്ങനെ അപൂർവം ആൾക്കാരേ ഉള്ളൂ നമ്മുടെ രാഷ്ട്രീയത്തിൽ. ഇപ്പം പിണറായി വിജയൻ നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്. പ്രതിപക്ഷത്ത് VD സതീശൻ അത്ര പഠിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുക. ആ 2011 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹവും തോമസ് ഐസക്കും തമ്മിൽ, ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കും തമ്മിലുള്ള ക്ലാസിക് സംവാദങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. VD സതീശൻ സഭയിൽ സംസാരിക്കുന്ന സമയത്ത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തുള്ള എല്ലാവരോട് സന്നിഹിതനാകാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. അത്തരം ചില വ്യക്തികളുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യസഭയിൽ ജോൺ ബിട്ടാസ് സംസാരിക്കുമ്പോൾ, അതേപോലെ അസൗദ്ദീൻ ഒവൈസി സംസാരിക്കുമ്പം, നിർമ്മല സീതാരാമൻ സംസാരിക്കുമ്പം, അങ്ങനെയുള്ള ചില ആളുകൾ സംസാരിക്കുമ്പോൾ ലോക്സഭയിൽ പാർലമെൻറ്റിൽ എല്ലാവരും വന്നിരിക്കാൻ ശ്രമിക്കാറുണ്ട്. നിയമസഭയിൽ അതേപോലെ PK ബഷീർ സംസാരിക്കുമ്പോൾ എല്ലാവരും വന്നിരിക്കും. അത് മിസ്സാക്കില്ല പ്രസംഗം. കാരണം അത് വളരെ പിന്നെ തമാശക്കൂടിയാണെങ്കിലും പറയാനുള്ളത് മുഴുവൻ പറയും. അതേപോലെ VD സതീശൻ്റെ ഈ സാമ്പത്തിക മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹം അത് പഠിച്ച് അവതരിപ്പിക്കുന്ന രീതി, അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഹോംവർക്ക്, മറ്റുള്ളവർക്കുള്ള ടിപ്സ് വരെ അദ്ദേഹമാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയുന്നത് പല ആളുകൾക്കും. ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക, അതേപോലെ വോക്കൗട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവും, സതീശൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാവും. ധനകാര്യ വകുപ്പ് കൊണ്ടു നടക്കാൻ നല്ല കഴിവുള്ള മന്ത്രി തന്നെ ആയിരിക്കും സതീശൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം വളരെ വിഷണറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അതിനുള്ള പിന്നെ എന്താ പറയുക, ദീർഘവീക്ഷണമുണ്ട്. കേരളം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. കേരളം കണ്ട ഏറ്റവും മികച്ച ധനകാര്യ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിട്ട് അദ്ദേഹം 5 വർഷം ധനകാര്യ വകുപ്പ് മന്ത്രി ആയാൽ ആ പേരെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മുരളീധരൻ വിജയിക്കുകയാണെങ്കിൽ മുരളീധരന് എന്തായാലും പിന്നെ VS ശിവകുമാർ ആയിരുന്നു 2011 ആരോഗ്യവകുപ്പ് മന്ത്രിയായത്. അന്ന് സതീശനെ വെട്ടിയിട്ടാണ് ശിവകുമാറിനെ മന്ത്രിസഭയിൽ എടുക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ താല്പര്യമായിരുന്നു. ചെന്നിത്തല ഒരുപാട് വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പാകതയായി 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് നിഷ്കാസിതനായതിനു ശേഷമാണ് പുള്ളിക്ക് കുറച്ച് തലയ്ക്ക് വെളിവ് വെച്ചത്. ഈ കുതന്ത്രവും കുത്തിത്തിരിപ്പും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഫലം എന്നുള്ളത് മനസ്സിലായി. ആർക്കും വേണ്ടാത്തവനായിട്ട് മാറുന്നില്ല. അതിന് ശേഷം കുറച്ച് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സതീശന ഇല്ലെങ്കിൽ അന്ന് സതീശനാ മന്ത്രിയാവുന്നുണ്ട്. സതീശനെ വിട്ടിട്ടാണ് ശിവകുമാറിനെ കൊണ്ടുവരുന്നത്. ചെന്നിത്തലയുടെ താല്പര്യമായിരുന്നു അത്. അപ്പം എന്തായിരുന്നാലും അങ്ങനെ സതീശൻ വരും. സതീശൻ വരുന്ന സമയത്ത് തന്നെ ശിവകുമാറിന് ഇനി
ആരോഗ്യവകുപ്പ് മന്ത്രിയാകാൻ പോയിട്ട് MLA ആവാനുള്ള ആരോഗ്യമില്ല. സ്വന്തം ആരോഗ്യം ഇല്ലാത്ത ഒരാൾ, ഏത് രാഷ്ട്രീയമായ ആരോഗ്യമില്ല എന്നാ ഉദ്ദേശിച്ചത്, ഫിസിക്കലി അല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ കോർപ്പറേഷനിൽ നിർത്തിയിരുന്നെങ്കിൽ പോലും ജയിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ശബരിയെ വരെ പിടിച്ച് നിർത്തി. എന്നിട്ട് ഇയാളെ അവിടെ വരെ നിർത്തിയാൽ ജയിക്കില്ല. പിന്നല്ലേ നിയമസഭയ്ക്ക് MLA ആവാത്ത ആളെ പിടിച്ച് ഇനിയിപ്പോൾ മന്ത്രിയാക്കാൻ പറ്റില്ലല്ലോ. വേറെ എവിടെയും കൊണ്ടുപോയിട്ട് ബൈ ഇലക്ഷൻ വേറെ ആരെങ്കിലും രാജിവെപ്പിച്ചിട്ട് പിന്നെ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ ഇയാൾക്ക് വേണ്ടിയിട്ടൊന്നും ആരും രാജിവെക്കാനും തയ്യാറാവില്ല. അതുകൊണ്ട് VS ശിവകുമാറിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ കഴിഞ്ഞു. ഇനി വല്ല DCC പ്രസിഡന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കാം. ശക്തനെ ഇപ്പോൾ പിടിച്ച് DCC പ്രസിഡന്റ് ആക്കിയതുപോലെ. പഴയ ഡെപ്യൂട്ടി സ്പീക്കറൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ആന മെലിഞ്ഞാൽ തൊഴുത്ത് കെട്ടാൻ പറ്റില്ല എന്നുള്ളതൊക്കെ തോന്നലാ. തൊഴുത്തിലല്ല, ആട്ടുംകൂട്ട് കൊണ്ടേ ഇടാൻ പറ്റും. ശിവകുമാറിനൊക്കെ ഇനിയിപ്പോൾ അതിനെ പറ്റുള്ളൂ. വല്ല പഞ്ചായത്ത് പ്രസിഡന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിടാൻ പറ്റുക, അല്ലെങ്കിൽ വല്ല കോർപ്പറേഷൻ കൗൺസിലറോ ഒക്കെ ആക്കി അതന്നെ നാട്ടുകാർ വോട്ട് ചെയ്യണ്ടേ, സ്വന്തം നാട്ടിലുള്ളവർ. അറിയാത്തവരെന്നെ വോട്ട് ചെയ്യില്ല, പിന്നല്ലേ അറിയുന്നവർ വോട്ട് ചെയ്യണേ, കയ്യിൽ പറയുന്നവർ. അദ്ദേഹത്തിൻ്റെ സഹോദരനും ഈ വിഷയമായിട്ട്, ശബരിമല വിഷയമായിട്ടുള്ള പങ്കൊക്കെ ഇനി പുറത്തു വരാതിരിക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ വിദ്യാഭ്യാസം, റവന്യൂ, ഇറിഗേഷൻ തുടങ്ങിയിട്ടുള്ള പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ പ്രധാനപ്പെട്ട വകുപ്പുകൾക്കകത്ത് ക്രൈസ്തവ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും വീണ്ടും ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിലെത്താനുള്ള സാധ്യതയുണ്ട്. പുതിയൊരു KPCC പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടി വരും. മലബാറിൽ നിന്നൊരു ക്രിസ്ത്യൻ KC ജോസഫ് മുമ്പും മന്ത്രിയായിട്ടുണ്ടെങ്കിലും പിന്നെ തൃശ്ശൂരിന് അപ്പുറത്തോട്ട് പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജെയിംസ് മാത്യു ഒക്കെ മന്ത്രിയാവേണ്ട ഒരാളായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ KC ജോസഫ് മാത്രം UDFന്റെ ഭാഗത്ത് നിന്ന് മാത്രം അങ്ങനെ ഒരു മന്ത്രി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. മത്തായി ചാക്കോയ്ക്കൊക്കെ ആയുസുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നില്ല, അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പാവം അതിനൊന്നും അങ്ങനത്തെ ഒരു ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകാതെ ആശുപത്രി കിടന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അങ്ങനെ അന്തരിച്ചു പോയി. അദ്ദേഹത്തിന് 2006 MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ തിരുവമ്പാടി, ഏറെക്കാലത്തിന് ശേഷം തിരുവമ്പാടി മണ്ഡലം പിടിച്ചിട്ട് അങ്ങനെ ആയെങ്കിലും MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പം അവിടെ നിന്ന് പേരാവൂരിൽ നിന്ന് വീണ്ടും ജയിച്ചാൽ സണ്ണി ജോസഫ് മന്ത്രിയാവും. ചാണ്ടി ഉമ്മൻ എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരാൾ കൽപ്പറ്റയിൽ നിന്നും വീണ്ടും ജയിക്കുകയാണെങ്കിൽ സിദ്ദിഖ് തന്നെയാണ്, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരുപാട് മന്ത്രിമാരെ കോൺഗ്രസിന് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം MMS ഉണ്ടാകുമ്പോൾ അസനേ ഉള്ളൂ, ആരുടെ മുഹമ്മദ് ഉണ്ടാകുമ്പോൾ ആരുടെ മുഹമ്മദേ ഉള്ളൂ. കാരണം മുസ്ലിം ലീഗിൽ നിന്ന് 4 or 5 മന്ത്രിമാർ മുസ്ലിം ലീഗിൽ നിന്ന് വരുന്ന സ്ഥിതിക്ക് പിന്നെ ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ടല്ലോ, കമ്മ്യൂണലിക്കേഷനൊക്കെ പാലിക്കണം, സാമുദായിക സന്തുലനം. പിന്നെ നായരിത്ര, ഈഴവനിത്ര, ക്രിസ്ത്യാനിത്ര, മുസ്ലിം ഇത്ര എന്നൊക്കെയുള്ള വീതം വെപ്പുണ്ട്. അതേസമയം ഇടതുമുന്നണി മന്ത്രിസഭയ്ക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 1-2 അച്ചായന്മാരുണ്ട്, 1-2 മുസ്ലിങ്ങളുണ്ട്, ബാക്കിയുള്ളത് നായരാണോ നമ്പൂരിയാണോ അതൊന്നും പ്രശ്നമല്ല. സാമുദായികമായിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ UDF മന്ത്രിസഭയ്ക്ക് പാലിക്കേണ്ടി വരുമ്പം, ലീഗിൽ നിന്ന് കുറേ മന്ത്രിമാർ വരുമ്പം കോൺഗ്രസിൽ നിന്നുള്ള അധികം മുസ്ലിം മന്ത്രിമാർ പിന്നെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഷാഫി ലോക്സഭയ്ക്ക് പോയിട്ടില്ലെങ്കിൽ ഷാഫിക്ക് മന്ത്രിയാകായിരുന്നു പാലക്കാട് നിന്ന് വീണ്ടും ജയിച്ചാൽ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചാൽ സിദ്ദിഖാണ്. കൽപ്പറ്റയിൽ നിന്ന് സിദ്ദിഖ് ജയിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി വന്നാൽ അൻവർ സാദത്തൊക്കെ ഒരു മന്ത്രിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള സംശയമുണ്ട്. എനിക്കിത് MLA എന്നുള്ള രീതിയിലൊക്കെ ആള് പിന്നെ മര്യാദക്കാരനാണ്, കുഴപ്പക്കാരനൊന്നുമല്ല. പിന്നെ വേറെ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും ജയിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് അത്. പക്ഷേ സിദ്ദിഖ് ജയിച്ചാൽ സിദ്ദിഖാണ് മന്ത്രി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പിന്നെ വയനാട്ടിൽ നിന്ന് PK ജയലക്ഷ്മിക്ക് ശേഷം പിന്നീട് ഒരു കോൺഗ്രസ് മന്ത്രി ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് പിന്നീട് ഉള്ളത് അനിൽകുമാർ. പിന്നെ അറിയാലോ, അനിൽകുമാർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അനിൽകുമാർ തന്നെ മന്ത്രി. കാരണം അത് KCയുടെ അടുത്ത ആളാണ്. ആ രീതിയിൽ അനിൽകുമാർ തന്നെ മന്ത്രിയാവും. വിഷ്ണുനാഥ് മന്ത്രിയാവാനുള്ള സാധ്യത, വീണ്ടും കുണ്ട്രയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ വിഷ്ണുനാഥ് മന്ത്രിയാവും. വിഷ്ണുനാഥ് കുണ്ട്രയിൽ തോറ്റാൽ എന്നാൽ ഭരണം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള CR മഹേഷ് ജയിച്ചാൽ കൊല്ലം ജില്ലയുടെ പ്രാതിനിധ്യം CR മഹേഷിന് കിട്ടും. വിഷ്ണുനാഥ് ജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് കഴിഞ്ഞ തവണ ദുരാരോപണങ്ങളുടെ പുറത്ത്, വ്യാജാരോപണങ്ങളുടെ പുറത്ത്, ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങളുടെ പുറത്താണ് പരാജയപ്പെട്ടത്. പക്ഷേ ഏറെക്കുറെ വിഷ്ണുനാഥ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അല്ലെങ്കിലും കൊല്ലം ജില്ലയിൽ നിന്ന് പിന്നെ കോൺഗ്രസിന് പിന്നെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാരൊന്നുമില്ല. ബാക്കി കൊട്ടാരക്കര ബാലഗോപാലിനെ വീണ്ടും ജയിക്കാനാണ് സാധ്യത. പത്തനാപുരത്ത് വീണ്ടും
ഇദ്ദേഹം തന്നെ ഗണേഷ് തന്നെ ജയിക്കാനാണ് സാധ്യത. പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ പ്രതാപനൊക്കെ മന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ട് ടി എൻ പ്രതാപന്. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ മകളുടെ മാനസികാവസ്ഥയിലൊക്കെ മറന്നൊന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ മുരളിയായിട്ട് നല്ല ശത്രുത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൃശ്ശൂരെ തോൽവിയുടെ അപമാനം അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ തൃശ്ശൂർ ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഏത് നിയമസഭാ സീറ്റിൽ നിർത്തിയാലും തോൽപ്പിക്കാനുള്ള തയ്യാറായിട്ട് നിൽക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെയുണ്ട്. അതുകൊണ്ട് പ്രതാപൻ്റെ ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ശബരി എന്തായാലും കോർപ്പറേഷൻ മേയറൊന്നും ആവാൻ പോകുന്നില്ല. കോർപ്പറേഷൻ എന്തായാലും കോൺഗ്രസ് പിടിക്കില്ല, UDF പിടിക്കില്ല. ഫൈറ്റ് BJPയും CPM തമ്മിലാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഫോട്ടോ ഫിനിഷിലൂടെ BJP അധികാരം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ശബരി തിരുവനന്തപുരം സീറ്റിലായിരിക്കും മത്സരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ശിവകുമാറിനെ എവിടെയും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ശിവകുമാർ നിന്ന് കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശ് കിട്ടുമെന്ന് പോലും സംശയിക്കപ്പെടേണ്ട കാലഘട്ടത്തിലാണ്. നോമിനേഷൻ കൊടുക്കുന്നതോടുകൂടി തോറ്റു. ശബരിയാണ് പിന്നീട് അവിടെ നിർത്താൻ പറ്റിയത്. ശബരി അരുവിക്കരയിൽ നിർത്തുന്നതിനേക്കാളും ശബരിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മണ്ഡലം തിരുവനന്തപുരമാണ്. അങ്ങനെ ശബരി അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ ശബരി കാരണം 3ാമത്തെ വിജയമായിരിക്കും. അപ്പം അരുവിക്കരയിൽ 2 തവണ വിജയിച്ചതാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു സ്റ്റീഫനോട്. ശബരി ജി കാർത്തികേയൻ്റെ മകനാണ് എന്നുള്ളതിനപ്പുറത്ത് കഴിവ് തെളിയിച്ച മിതഭാഷിയായ മാന്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെയുണ്ട്. ഈ വെല്ലുവിളി മറ്റേതും ഗുണ്ടായുസവും അതിനുള്ള ആ പരിപാടിക്കൊന്നുമില്ല. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ശബരി മന്ത്രിയാവാൻ യോഗ്യനാണ്. ശബരി അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ശബരി മന്ത്രിയാവും. ഇനി പിന്നെ അതേപോലെ തന്നെ വിൻസെൻ്റ് ഇത്തവണ കോവളത്ത് ജയിച്ച് കിട്ടാൻ വലിയ പണിയായിരിക്കും. അഥവാ ജയിച്ചാൽ വിൻസെൻറ്റിൻ്റെ മന്ത്രിസ്ഥാനത്ത് പരിഗണിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വിൻസെൻ്റ് ലത്തീൻ സമുദായാംഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. കോവളത്ത് നിന്ന് വിൻസെൻ്റ് വീണ്ടും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻസെൻറ്റിൻ്റെ ഹാട്രിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം വിൻസെൻറ്റിൻ്റെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വനിതാ മന്ത്രിമാർ പണ്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ വനിതയെ ഉണ്ടാവുള്ളൂ ഏത് മന്ത്രിസഭയാണെങ്കിലും. CPM കുറേ കാലം KR ഗൗരിയമ്മയായിരുന്നു. പിന്നെ സുശീല ഗോപാലൻ വന്നു, PK ശ്രീമതി ടീച്ചർ വന്നു, ഒക്കെ വന്നു. കോൺഗ്രസിലും അതേപോലെ പിന്നെ പല ആൾക്കാരും, പിന്നെ MD പത്മ വന്നു, കമലം വന്നു, PK ജയലക്ഷ്മി വന്നു, ഒക്കെ വന്നു. പക്ഷേ 2016 മന്ത്രിസഭയിലാണ് ആദ്യമായിട്ട് 2 വനിതകൾ വരുന്നത്. അന്ന് മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായി. അതേപോലെ തന്നെ 2ാമത്തെ മന്ത്രി ആരായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. രണ്ട് വനിതകൾ മന്ത്രിമാരായി CPMൻ്റെ ഭാഗത്തുനിന്ന്. ഇത്തവണ മൊത്തം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് ഈ മന്ത്രിസഭയിൽ 3 പേരുണ്ട്. CPIയുടെ ചിഞ്ചുറാണിയുണ്ട്, CPMൻ്റെ ഭാഗത്തുനിന്ന് വീണ ജോർജും, അതേപോലെ തന്നെ R ബിന്ദുവും ഉണ്ട്. അപ്പോൾ ബിന്ദു ടീച്ചറും വീണയൊക്കെ ഉണ്ട്. അപ്പം 3 മന്ത്രിമാരുണ്ട്. അതുകൊണ്ട് തന്നെ UDF മന്ത്രിസഭ വന്നാലും മിനിമം 2 മന്ത്രിമാരെ ആക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ വടകരയിൽ നിന്ന് KK രമ ജയിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇത്തവണ. കാരണം അവരായിട്ട് ഈ ഷാഫിയെയും ഇവരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ദുഷ്പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കുൾപ്പെടെ. ഞാനൊക്കെ അവരോട് വളരെ മാനസികമായി ഐക്യം വെച്ച് പുലർത്തിയിരുന്ന TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലേറെ വേദനിച്ചിരുന്ന ആ വീട്ടിൽ പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടി ഖത്തറിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ അവരുമായിട്ട് മാനസികമായിട്ട് അകന്നു. ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ കോപ്രായങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഷാഫിയുടെയൊക്കെ ഒരു രക്ഷാധികാരിയായിട്ട് അങ്ങനെ മാറുകയാണ്. ഷാഫി എൻ്റെ മോനാണെന്നും എൻ്റെ അനിയനാണെന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതിന് തുല്യമായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇത്ര ഷാഫിക്ക് വേണ്ടിയിട്ട് അന്ധമായി സംസാരിച്ച മറ്റൊരു സ്ത്രീയും കേരള രാഷ്ട്രീയത്തിലില്ല. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ 2 നടിമാർ മാത്രമാണ് ഇത്രയും സംസാരിച്ചിട്ടുള്ളത്. പിന്നെ എന്തോ ഒരു സീമാജി നായരും അങ്ങനെയുള്ള 2-3 പേര്. രാഷ്ട്രീയത്തിലാകെ സംസാരിച്ചിട്ടുള്ളത് പിന്നെ KK രമ മാത്രമാണ്. പക്ഷേ KK രമ വിജയിക്കുകയാണെങ്കിൽ, വടകരയിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ, UDF മന്ത്രിസഭ വരികയുമാണെന്നുണ്ടെങ്കിൽ അവർ അസോസിയേറ്റഡ് മെമ്പറാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ UDFൻ്റെ ഭാഗമായിട്ട് തന്നെ മുന്നണി അകത്ത് ഘടകകക്ഷി എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തൃക്കാക്കരയിൽ നിന്ന് ഉമാ തോമസ് ജയിച്ചാൽ ഇവർ 2 പേരും മന്ത്രിസ്ഥാനത്ത് വരും. അതേസമയം ഇവരിൽ പിന്നെ ഉമാ തോമസ് എന്തായാലും ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. UDF അധികാരത്തിൽ വന്നാൽ പിന്നെ ഉമാ തോമസ് മന്ത്രിയാണ്, തൃക്കാക്കര MLA. പക്ഷേ KK രമ വടകരയിൽ പരാജയപ്പെടുകയും ഷാനിമോൾ ഉസ്മാനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിജയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നറുക്ക് വീഴും മന്ത്രിസ്ഥാനത്ത്. 2 സ്ത്രീകളും മന്ത്രിസ്ഥാനത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഷിബു ബേബി ജോൺ തോറ്റാൽ RSPയുടെ, അപ്പോൾ കൊല്ലം ജില്ലയുടെ പ്രാതിനിധ്യത്തിൽ വേണമെങ്കിൽ 2 ആക്കാം. വിഷ്ണുവിനും ആക്കാം, CR മഹേഷിനും ആക്കാം. 2 പേർക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് പിന്നെ കുറേ പേരുണ്ട് സ്ഥാനമോഹികൾ.
അങ്കമാലിയിലെ റോജിക്ക് മന്ത്രിയായ കൊള്ളാവുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂരിന്ന് മന്ത്രിയായ കൊള്ളാവുന്നുണ്ട്. മാത്യു കുഴൽനാടന് മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ചാൽ മന്ത്രിയായ കൊള്ളാവുന്നുണ്ട്. കുഴൽനാടൻ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുമില്ല നിലവിൽ എന്നുള്ള സ്ഥിതിയുണ്ട്. പിന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഡെപ്യൂട്ടി CM ആയിരിക്കും, ഒരു സംശയമില്ല. UDF മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരോ ആവട്ടെ, ഇനി സുധീറിനല്ല മറ്റവരിൽ ആരെങ്കിലും ഒരാളാവട്ടെ, എന്നാൽ പോലും ഉപമുഖ്യമന്ത്രി സ്ഥാനം പി കെ കുഞ്ഞാലിക്കുട്ടിക്കുള്ളതാണ്. അതിന് അർഹതയുണ്ട് മുസ്ലിം ലീഗിന്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയ ശേഷം പിന്നെ ഉപമുഖ്യമന്ത്രിയായി, അതിന് ശേഷം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു ആൾ വന്നിട്ടില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവാണ്. പണ്ട് ചില അബദ്ധങ്ങൾ പറ്റിയെന്നല്ലാതെ കഴിഞ്ഞ 10-25 വർഷത്തിനിടയിൽ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു വൃത്തികേടുകളും ഉണ്ടായിട്ടില്ല. മോശപ്പെട്ട പ്രസ്താവന പോലും ഉണ്ടാവാറില്ല. അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ സോൾവ് ചെയ്തു പോകുന്ന ഒരു അനുനയത്തിൻ്റെ നയതന്ത്രജ്ഞതയുടെ പിന്നെ രാഷ്ട്രീയ വക്താവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. വെല്ലുവിളികൾക്കൊന്നും നിൽക്കാറില്ല, മാന്യമായിട്ടാണ് രാഷ്ട്രീയം സംസാരിക്കാറുള്ളത്. ഉപമുഖ്യമന്ത്രി ആവാൻ സർവ്വതാ യോഗ്യരാണ്. അതേപോലെ തന്നെ KNA ഖാദർ പോലെയുള്ള സീനിയർ നേതാവിന് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ആ ഗുരുവായൂർ ഒരു സ്കോപ്പില്ലാത്ത സീറ്റ് കൊടുത്ത് നല്ലൊരു സീറ്റിൽ നിർത്തിയിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചാൽ അദ്ദേഹത്തെ പോലെയുള്ള ആൾ, കാരണം പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണ്, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ പറ്റുന്ന ആളാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആൾ ചിലപ്പം അദ്ദേഹം മത്സരിച്ച് വിജയിച്ചാൽ അദ്ദേഹം മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. ഹമീദ് മാഷെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കാതെ വീണ്ടും പള്ളിക്കുന്നിൽ നിന്ന് മത്സരിച്ച് വിജയിപ്പിക്കുകയാണെങ്കിൽ ഹമീദ് മാഷക്ക് മന്ത്രിസ്ഥാനത്തേക്ക് സാധ്യതയുണ്ട്. അതേപോലെ ഷാഫി ചാലിയത്തിന് ആദ്യമായിട്ട് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ പോലും ചാനൽ ചർച്ചകളിലൊക്കെ അവരുടെ മുഖമാണ്. അദ്ദേഹവും അറിവിൻ്റെ ഒരു എന്താ പറയുക, അറിവിൻ്റെ ഒരു എന്തായാലും പറയാം, എനിക്കറിയില്ല, അറിവിൻ്റെ എന്തോ ആണ്. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് അറിവുള്ള ചരിത്രബോധമുള്ള ആളാണ് ഷാഫി ചാലിയത്തിനും മന്ത്രിസ്ഥാനത്തിന് സാധ്യതയുണ്ട്. KM ഷാജി കാസർഗോഡ് അവിടെ എവിടെയിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് 2 തവണ അഴീക്കോട് നിന്ന് മത്സരിച്ച് വിജയിക്കുകയും 2021 പരാജയപ്പെടുകയും ചെയ്ത സാക്ഷാൽ നികേഷ് കുമാറിനെയാണ് 2016 പരാജയപ്പെടുത്തിയത്. നികേഷ് കുമാർ കിണറിലിറങ്ങിയിട്ട് വരെ പരാജയപ്പെട്ടു. പിന്നെ ഇറങ്ങാൻ അറിയുമെന്നുള്ളത് നാട്ടുകാർ അറിഞ്ഞു എന്നല്ലാതെ വേറെ ഗുണമുണ്ടായില്ല. കഴിഞ്ഞ തവണ പക്ഷേ KV സുമേഷിനോട് KM ഷാജി പരാജയപ്പെട്ടു. അപ്പോൾ KM ഷാജി കാസർഗോഡോ അവിടെ ഇവിടെ നിന്നിട്ട് ഇത്തവണ മഞ്ചേശ്വരത്ത് സ്കോപ്പില്ല, അവിടെ KM അഷ്റഫ് തന്നെ വരും. അങ്ങനെ ഷാജി വന്നാൽ ഷാജിക്കും മന്ത്രിസ്ഥാനത്തിന് സ്കോപ്പുണ്ട്. MK മുനീർ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കുകയില്ല, അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. പിന്നീടുള്ള PV അബ്ദുൾ വഹാബിനെ ഒരു തവണ ഒരു പക്ഷേ നിയമസഭയിലേക്ക് നിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയാണ്, സംശയമൊന്നുമില്ല. മഞ്ഞളാംകുഴി അലി ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധ്യത ഉണ്ടായിരുന്നു മന്ത്രിസ്ഥാനത്തേക്ക്. അബ്ദുൾ വഹാബ് മന്ത്രിയാകുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല വകുപ്പ് കൊടുത്താൽ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നിന്ന് കക്കാനും പിടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടംപോലെ സ്വത്തുള്ള ആളാണ്, കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള നല്ല കാഴ്ചപ്പാടുള്ള ഒരു ആളാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ. ഞാനും അദ്ദേഹം ഒരുമിച്ചൊരു വേദി പങ്കിട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവ് എന്താണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ്. കാരണം കുറച്ചു നേരത്തെ ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ഒരു പുസ്തകം കൊണ്ടാണെന്ന് വന്നിരുന്നത് തന്നെ. ആ പുസ്തകത്തെക്കുറിച്ച് അമൂൽ കുര്യനെ കുറിച്ച്, നമ്മുടെ V കുര്യൻ, അദ്ദേഹത്തെക്കുറിച്ചാണ്. ഗുജറാത്തിൽ ക്ഷീരവിപ്ലവത്തിന് ധവള വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത അമൂൽ കുര്യനെ കുറിച്ച്. പിന്നെ MP-മാരും എന്തായാലും നിയമസഭയിലേക്ക് മത്സരിക്കില്ല. ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ജാതകത്തിൽ ഞാൻ മന്ത്രിയാവും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ ഉദുമയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയൊന്നും മത്സരിപ്പിക്കില്ല. K. സുധാകരന് മത്സരിച്ച് മന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ട്, അത് നടക്കാൻ പോകുന്നില്ല. നിലവിലുള്ള സിറ്റിംഗ് അടൂർ പ്രകാശിനും ആഗ്രഹമുണ്ട് നിയമസഭയ്ക്ക് മത്സരിക്കണം, പിന്നെ മന്ത്രിയാവണം എന്നുള്ളത്. UDF അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ പോലും സിറ്റിംഗ് MP-മാരെ ആരെയും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ VM സുധീരൻ വരികയാണെങ്കിൽ VD സതീശനും സ്വീകാര്യനായിട്ടുള്ള ആളാണ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഏറ്റവും നിലപാടുള്ള വ്യക്തി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശനാണ്. പിന്നെ KC വേണുഗോപാൽ, പിന്നെ അദ്ദേഹം ദേശീയ നേതാവാണ്, അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട്. തെലങ്കാനയിലെ ഇലക്ഷൻ വരാൻ പോകുന്നു, കർണാടകയിലെ ഇലക്ഷൻ വരാൻ പോകുന്നു, അങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. കർണാടകയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ പരിഹരിക്കേണ്ടി വരും. രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ അഭ്യന്തരം കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം ആന്റണിയുടെ ഈ സജഷൻ വെച്ചിട്ട് അത് പ്രിയങ്കയും സോണിയാഗാന്ധിയും ഒക്കെ ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ
പിന്നെ മനോനില ശരിയാവുന്ന സ്ഥിതിക്ക് അദ്ദേഹം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേബിൾ ആവുന്ന സമയത്ത് അങ്ങനെ വേണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ സമയത്തൊന്നും പോയിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സമചിത്തതയൊക്കെ വീണ്ടെടുക്കാൻ പറ്റുന്ന സമയത്ത്, ഒരു തിരിച്ചറിവുണ്ടാവുന്ന സമയത്ത്, ഒരു 100% സുബോധത്തോടെ ഇരിക്കുന്ന സമയത്ത്, സുബോധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം MDMA അടിച്ചിരിക്കുന്നു എന്നുള്ളതല്ല. പലപ്പോഴും അദ്ദേഹം ഒന്നുകിൽ ഹൈപ്പർ ആക്റ്റീവാണ്, അല്ലെങ്കിൽ അദ്ദേഹം അബ്നോർമലാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെ വളരെ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആരോപണങ്ങളൊന്നുമില്ലാത്ത, ഒരു അഴിമതി ആരോപണവും ഉന്നയിക്കാൻ ആർക്കും അവസരം കൊടുക്കാത്ത ഒരാളാണ് VM സുധീരൻ. VM സുധീരൻ വരികയാണെങ്കിൽ VM സുധീരൻ വരുന്നതിനെ VD സതീശൻ സർവമന സ്വാഗതം ചെയ്യാനാണ് സാധ്യത. അതൊരു അവസാന വാക്ക് തന്നെയായിരിക്കും. കാരണം പ്രത്യേകിച്ചും ഈ ഷോഫിക്ക മാങ്ങാണ്ടി ടീമിനെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്ത വ്യക്തി എന്നുള്ള രീതിയിൽ VD സതീശന് വലിയ സ്വീകാര്യത കോൺഗ്രസിലെ യുവ നേതാക്കന്മാർക്കിടയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് നിയമസഭാംഗങ്ങളാവാൻ പോകുന്ന ആളുകൾക്കിടയിൽ VD സതീശന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ VD സതീശൻ നിയമസഭാ കക്ഷി യോഗത്തിനകത്ത് മുഖ്യമന്ത്രിയാവാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ VS സുധീരനെ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാനോ അതിനെതിരെ ഒരു പാരപണിയാനോ ഒന്നും VD സതീശൻ ഉൾപ്പെടെയുള്ളവർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. VS സുധീരനെ നിർബന്ധപൂർവ്വം മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും UDF അധികാരത്തിൽ വന്നാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുകയും VD സതീശൻ ധനകാര്യ വകുപ്പും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുകയും, എന്നാൽ 2019 VM സുധീരൻ ആ ബാറ്റൺ KC വേണുഗോപാലിന് കൈമാറാനുള്ള ഒരു ശ്രമം KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാനും ഞാൻ സാധ്യത കാണുന്നുണ്ട്. അത് വിജയിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇവരെല്ലാവരും മുഖ്യമന്ത്രിമാരാവാൻ യോഗ്യരാണ്. പക്ഷേ കേരളത്തെ 4 പകുത്ത് 4 മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കൽ അസാധ്യമായതുകൊണ്ട് ഹൈക്കമാൻഡ് ഏറ്റവും ഉചിതമായ രീതിയിൽ എടുക്കാൻ പോകുന്ന തീരുമാനം ഇതായിരിക്കും എന്നാണ്. ഇത് ഞാൻ പറയുമ്പോൾ വെറുതെ എയറിൽ നിന്ന് പറയുന്നതല്ല. എൻ്റേതായിട്ടുള്ള ചില മേമ്പൊടികൾ അതിനകത്ത് മന്ത്രിമാരുടെ കാര്യത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ, മുഖ്യമന്ത്രിയായിട്ട് മുമ്പിൽ നിർത്തേണ്ട മുഖത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു ആലോചന നടന്നിരിക്കുന്നു എന്ന ഒരു വിവരമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. എല്ലാവരോടും മാപ്പി ചോദിക്കുന്നു. കാരണം 10:42 മിനിറ്റായി. നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കലായിരുന്നു എന്നെനിക്കറിയാം. ഗുഡ് മോർണിംഗ്.